ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്. അതിലെ ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ തിയറി, അതുപോലെ ലോങ് റൺ കോസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ തിയറി എന്നുള്ള രണ്ട് ഭാഗങ്ങളായിട്ടാണ് ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിനെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ തിയറി. ഓക്കെ, so today we are going to discuss about the traditional theory of cost. Traditional theory distinguishes between the short run and the long run. The short run is the period during which some factors are fixed. Usually capital and entrepreneurship are considered as fixed in the short run. The long run is the period in which all factors become variable. അപ്പോൾ നമ്മൾ മോഡേൺ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ട്രഡീഷണൽ തിയറി ഷോർട്ട് റൺ എന്നും അതുപോലെ ലോങ് റൺ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആണ് അല്ലേ. ലോങ് റൺ എന്ന് പറഞ്ഞാൽ ഓൾ ഫാക്ടേഴ്സ് ബിക്കം വേരിയബിൾ, എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. ക്യാപിറ്റലും എൻ്റർപ്രണർഷിപ്പും ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ലോങ് റൺ എന്നുള്ള രണ്ട് രീതിയിലായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ തിയറി. ട്രഡീഷണൽ തിയറിയിൽ വരുന്ന അതിൻ്റെ ഷോർട്ട് റൺ കോസ്റ്റ്. In the traditional theory, total costs are divided into total fixed cost and total variable cost. ട്രഡീഷണൽ തിയറിയിൽ ടോട്ടൽ കോസ്റ്റിനെ രണ്ടെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നും അതുപോലെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു TFC പ്ലസ് TVC. TFC എന്നാൽ ഫിക്സ്ഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ്? ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് അല്ലേ. എന്താണ് ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എനി ഔട്ട്പുട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം കോസ്റ്റ് ദാറ്റ് മസ്റ്റ് ബി ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് ദാറ്റ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മിനിമം കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന മിനിമം കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. The total cost is the sum of the total variable cost and total fixed cost. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പോലെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും അതുപോലെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള സമ്മാണ്. അത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. The TC curve is obtained by summing the TFC curve and the TVC curve vertically. TC curve ആണെന്നുണ്ടെങ്കിലും TFC കർവും അതുപോലെ TVC കർവും ആഡ് ചെയ്താലാണ് നമുക്ക് TC കർവും കിട്ടുന്നത്. TC curve have the same shape as the TVC curve because each increase in output per unit of time increases total cost and total variable cost by the same amount. TC കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് TVC കർവിൻ്റെ ഷേപ്പ് പോലെ തന്നെയാണ് അല്ലേ. ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ അറിയാം TCയും TVCയും ഒരേപോലെയാണ് ഷേപ്പ് ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈച്ച് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ടൈം ഇൻക്രീസസ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ദി സെയിം എമൗണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലുള്ള സെയിം എമൗണ്ടിൽ തന്നെയാണ് എന്തിൽ മാറ്റം വരിക? TCയിൽ മാറ്റം വരിക. ദ ഔട്ട്പുട്ട് ഇൻക്രീസ് ഡസ് നോട്ട് എഫക്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തോ അല്ലെങ്കിൽ അത് കുറഞ്ഞോ എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യില്ല. ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വന്നാലും അത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ മാറ്റം വരില്ല. The TC curve lies above the TVC curve by an amount equal to TFC at all output levels. TC curve എന്താണ്? TVC കർവിനേക്കാളും മുകളിൽ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അല്ലേ. ഇപ്പോൾ TC കർവും TVC കർവും എന്താണ്? സെയിം ഷേപ്പ് തന്നെയാണ്. TFC എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്, ഫിക്സഡ് ആണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനാണെന്ന് ഓർത്ത് വെക്കുക. ഇനി പറയുന്നത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലേ. ഓരോ ഔട്ട്പുട്ട് ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെത്രയാണ്, ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെത്രയാണ് കോസ്റ്റ് വരുന്നത്, ഫിക്സഡ് കോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതെങ്ങനെയാണ് കിട്ടുക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. AFC is equal to TFC by Q. AFC declines as output increases. AFC കുറയുന്നു as output increases.
ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AFC എന്ത് ചെയ്യുന്നു, കുറയുന്നു. സിൻസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദി സെയിം, ഫിക്സഡ് കോസ്റ്റ് ആർ സ്പ്രെഡ് ഓവർ മോർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, സെയിം ആണ് അല്ലേ. ഇപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. Therefore, the AFC is downward sloping towards its entire length. AFC എന്ന് പറയുന്നത് എന്താണ്, AFC കുറയാന്ന് പറഞ്ഞു. AFCൻ്റെ ഷേപ്പ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. AFC കർവ് ഇസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ AFCയുടെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഇത് കുറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്താണോ അതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ ഡിവൈഡിങ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് AVC ഈസ് ഈക്വൽ ടു TVC ബൈ Q. ദി AVC കർവ് ഇസ് യു ഷേപ്ഡ് കർവ്. AVC കർവ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് ആണ്. ഇറ്റ് ഫോൾസ് ഇനീഷ്യലി ആസ് ദി ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഇൻക്രീസസ്. ഇത് ആദ്യം എന്താണ്, AVC യു ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഭാഗത്ത് നമ്മൾ കുറയായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യ ഭാഗത്ത് എന്താണ്, AVC കുറയാണ് ചെയ്യുന്നത്. വേരിയബിൾ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ഫോൾസ് ഇനീഷ്യലി ആസ് ദി ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഇൻക്രീസസ്. വേരിയബിൾ ഫാക്ടറിൻ്റെ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. It reaches minimum when the plant is operated optimally and rises beyond the optimum output. അത് മിനിമത്തിലെത്തും, അതിൻ്റെ കർവ് ഇതാണ്, അതായത് മിനിമത്തിലെത്തും. ആ മിനിമത്തിലെത്തുന്ന എപ്പോഴാണ്, when the plant is operated optimally and rises beyond the optimum output when the average product declines. പ്ലാന്റ് ഒരു മാക്സിമം അല്ല മിനിമം അല്ല എന്നുള്ളൊരു പോയിൻ്റാണല്ലോ ഒപ്റ്റിമം പോയിൻ്റ്. അപ്പോൾ ഒപ്റ്റിമം പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് പോയിൻ്റാണ് ഒപ്റ്റിമം പോയിൻ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിമം പോയിന്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ AVC എന്ത് ചെയ്യുന്നു, മിനിമത്തിലെത്തും. ആൻഡ് റൈസസ് ബിയോണ്ട് ഒപ്റ്റിമം ഔട്ട്പുട്ട് വെൻ ദ ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ. ആവറേജ് പ്രൊഡക്റ്റ് കുറയുമ്പോൾ അത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അതായത് ഇത് റൈസ് ചെയ്യും. ദ യു ഷേപ്പ് ഓഫ് ദി AVC റിഫ്ലക്ട് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. എന്തുകൊണ്ടാണ് യു ഷേപ്പ് വന്നതെന്ന് ചോദിച്ചാൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് ആണ്. ആവറേജ് പ്രൊഡക്റ്റ് കൂടുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയുന്നു, ആവറേജ് പ്രൊഡക്റ്റ് കുറയുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് യു ഷേപ്ഡ് ആയെന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആവറേജ് കോസ്റ്റ്, അത് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ഓർ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് യൂണിറ്റിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്താണോ അതാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും. എങ്ങനെയാണ്, ബൈ ഡിവൈഡിങ് ദ ഫേംസ് ടോട്ടൽ കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, അതായത് AC is equal to TC by Q. സെക്കൻഡ്, ബൈ ആഡിങ് ടുഗദർ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഏതൊക്കെ, AC is equal to AFC plus AVC. AFCയും AVCയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആവറേജ് കോസ്റ്റ് കിട്ടും. അപ്പോൾ ACയുടെ കർവ് എന്താണെന്ന് പറഞ്ഞു, യു ഷേപ്ഡ് കർവാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആണ്, അതിൻ്റെ കർവ് എന്താണ്, യു ഷേപ്ഡ് കർവാണ്. ഇനീഷ്യലി എന്താണ്, AC കുറയും, AC ഡിക്ലൈൻസ് ആൻഡ് റീച്ചസ് എ മിനിമം വെൻ ദ പ്ലാന്റ് ഈസ് ഓപ്പറേറ്റഡ് ഒപ്റ്റിമലി ആൻഡ് റൈസസ് ബിയോണ്ട് ദി ഒപ്റ്റിമം ഔട്ട്പുട്ട്. ദി യു ഷേപ്പ് ഓഫ് ദി AC റിഫ്ലക്ട് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഓക്കെ, യു ഷേപ്പ് ഓഫ് ദി AC റിഫ്ലക്ട്സ് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഓരോ കോസ്റ്റിൻ്റെയും കർവ് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം പ്രൊഡ്യൂസിങ് വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ലെവലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് ആണ് എന്ത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ടോട്ടൽ കോസ്റ്റിൽ എന്ത് മാറ്റം വരും, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റ്. ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് MCC ഈക്വൽ ടു ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q. ഡെൽറ്റ TC എന്താണ്, ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ആസ് ദ ഫേംസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ചസ്. അപ്പോൾ മാർജിനൽ കോസ്റ്റും ബന്ധപ്പെട്ട് കിടക്കുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആയിട്ടാണ്. കാരണം ഷോർട്ട് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ് മാറുന്നതെന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിൻ്റെ
വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ കോസ്റ്റ് മാത്രമേ മാറുള്ളൂ അല്ലേ. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ എന്ത് മാറ്റം വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർജിനൽ കോസ്റ്റും തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റവും ഇല്ല. ഔട്ട്പുട്ടിൽ മാറ്റം വന്നാൽ ഫിക്സഡ് കോസ്റ്റിലൊരു മാറ്റവും ഇല്ല. എവിടെ മാറ്റം വരുള്ളൂ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലേ മാറ്റം വരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ മാർജിനൽ കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എം സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി സി ബൈ ഡെൽറ്റ ക്യൂ. അപ്പോൾ നമുക്ക് വേറെ രീതിയിലും കൂടെ ഇതിനെ പറയാം. വി സി എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്, ഡെൽറ്റ വി സി ആണ് ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. Marginal cost depends in no way on fixed cost. Graphically, the MC is the slope of the TC curve. The MC curve is a U-shaped curve. MC curve എങ്ങനെയാണ്? U-shaped curve ആണ്. Initially, the MC declines, reaches a minimum when the size of the plant is optimum and rises beyond the optimum point. ആദ്യം എന്ത് ചെയ്യും? എം സി ഡിക്ലൈൻ ചെയ്യും, പിന്നെ ഒരു മിനിമത്തിലെത്തും, പിന്നെ അത് സൈസ് ഓഫ് ദി പ്ലാന്റ് ഈസ് ഒപ്റ്റിമം ആൻഡ് റൈസസ് ബിയോണ്ട് ദി ഒപ്റ്റിമം പോയിന്റ്. ഒപ്റ്റിമം പോയിന്റിന് അപ്പുറത്തേക്ക് റൈസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, പിന്നെ അത് കൂടും. So in the traditional theory of cost, in the short run, the cost curve AVC, AC and MC are U-shaped. ഏതൊക്കെ കർവ് U-shaped എന്നുള്ളത് ഓർത്ത് വെക്കുക. AVC, AC and MC. This behavior of the cost curve reflect the law of variable proportion. Law of variable proportion ആണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. In the short run, with a fixed plan, there is a phase of increasing productivity. ഷോർട്ട് റണ്ണിൽ ഒരു ഫിക്സഡ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ there is a phase of increasing productivity. അവിടെ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും, ഫേസ് ഉണ്ടാവും. ആൻഡ് എ ഫേസ് ഓഫ് ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ പ്രൊഡക്ടിവിറ്റി കുറയുക എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും. വേരിയബിൾ ഫാക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയുക എന്നുള്ള രണ്ട് ഫേസുകൾ ഉണ്ടാവും. ബിറ്റ്വീൻ ദീസ് ടു ഫേസസ് there is a single point at which unit cost at a minimum. ഈ രണ്ട് ഫേസിൻ്റെ ഇടയിൽ വേറൊരു പോയിന്റ് ഉണ്ട്. ഏതാണ്? ദ സിംഗിൾ പോയിന്റ് അറ്റ് വിച്ച് യൂണിറ്റ് കോസ്റ്റ് ആർ അറ്റ് എ മിനിമം. യൂണിറ്റ് കോസ്റ്റുകൾ എന്താണ്? മിനിമത്തിലെത്തുന്ന ഒരു പോയിന്റും ഉണ്ടാവും. അപ്പോൾ രണ്ട് ഫേസുകളായിട്ട് പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, അതായത് ഫോളിങ് യൂണിറ്റ് കോസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റി, അതായത് ഇൻക്രീസിങ് യൂണിറ്റ് കോസ്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സിംഗിൾ പോയിൻ്റാണ് യൂണിറ്റ് കോസ്റ്റ് മിനിമത്തിലെത്തുന്നത് എന്ന് പറഞ്ഞത്. വെൻ ദിസ് പോയിന്റ് ഈസ് റീച്ച്ഡ് ദ മിനിമം പോയിന്റ് ഓൺ ദി SAC, ദ ഫേം ഈസ് യൂസിങ് ദ ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ് ഒപ്റ്റിമലി. ആ ഒരു പോയിന്റിലെത്തുക, ഈ സിംഗിൾ പോയിന്റ് പറഞ്ഞല്ലോ, ആ ഒരു പോയിന്റിലെത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫേം ഫിക്സഡും വേരിയബിൾ ഫാക്ടേഴ്സും ഒപ്റ്റിമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. നല്ല ബെസ്റ്റ് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഒപ്റ്റിമം ഔട്ട്പുട്ട്. ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഏതാണോ, അത് ആ ഒരു പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണോ അതിനെയാണ് ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സിൽ AVC, AC, MC ഒക്കെ എന്താണ്? U-shaped ആണ്. അതിൻ്റെ റീസൺ എന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ഷോർട്ട് റണ്ണിൽ ഒരു ഫിക്സഡ് പ്ലാനിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, അതേപോലെ ഫേസ് ഓഫ് ഡിക്രീസിങ് പ്രൊഡക്ടിവിറ്റി എന്ന രണ്ട് ഫേസ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള പോയിൻ്റാണ് മിനിമം പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു പോയിന്റിൽ ഫേം ഫിക്സഡും വേരിയബിൾ ഫാക്ടേഴ്സും ഒപ്റ്റിമത്തിലേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അവിടെയാണ് നമുക്ക് പറയാം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻ ബിറ്റ്വീൻ AC ആൻഡ് MC. There is a unique relationship between the AC curve and MC curve. AC curve MC curve തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ, when AC is decreasing as output increases, MC is less than AC. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ AC എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ MC is less than AC. അങ്ങനെ വരുമ്പോൾ MC എന്താണ്? AC-യേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ TP, AP, MP എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ ഒരു കണക്ഷൻ, അതേപോലെ തന്നെ ഇതും ഒന്ന് ഓർത്ത് വെക്കുക, റിലേഷൻ ബിറ്റ്വീൻ AC ആൻഡ് MC. രണ്ടാമത്തേത്, വെൻ AC ഈസ് ഇൻക്രീസിങ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ MC ഈസ് ഗ്രേറ്റർ ദാൻ AC. MC എന്തായിരിക്കും? AC-യേക്കാളും കൂടുതലായിരിക്കും. മൂന്നാമത്തേത്, MC ഈസ് ഈക്വൽ ടു AC വെൻ AC അറ്റ് ഇറ്റ്സ് മിനിമം. AC മിനിമത്തിലെത്തുമ്പോഴാണ് MC ACക്ക് ഈക്വൽ ആവുന്നത്. ഓക്കെ.
അതായത് എം സി എന്ത് ചെയ്യാണ്, ഇതിനെ താഴത്ത് നിന്ന് കട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ എ സിയുടെ മിനിമം പോയിന്റിൽ വെച്ചാണ് എം സി കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. The AC curve is flat over a small range of output and it is neither falling nor rising. AC curve എന്ന് ഒരു ചെറിയൊരു ഭാഗത്ത് എന്താണ്, ഫ്ലാറ്റ് പോലെയാണ്. ആ ഒരു ഭാഗത്ത് എന്താണ്, അത് ഫോളിങ്ങും അല്ല അതേപോലെ റൈസിങ്ങും അല്ല, കൂടുകയല്ല കുറയുമല്ല. The relationship between the AC curve and the MC curve is shown in the figure. ഈ ഒരു ഫിഗർ ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, AC is decreasing as output increases, MC is less than AC. AC is decrease ചെയ്യുകയാണെങ്കിൽ അപ്പോൾ MC എന്താണ്, AC യേക്കാളും കുറവായിരിക്കും അല്ലേ. ഇനി AC ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ MC is greater than AC, ഇതിനേക്കാളും മുകളിലാണ്. കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SS-നേക്കാളും താഴെയാണ് ഒരു ഭാഗത്ത്, ഇവിടെ SS-നേക്കാളും മുകളിലാണ്. ഈ എം സി ഈക്വൽ ടു എ സി അല്ലേ. ഇത് ഇ എന്നുള്ള പോയിന്റിൽ താഴെ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് എ സി ഫ്ലാറ്റ് ആയിരിക്കും. The MC cuts the AC from below at its lowest point E and the corresponding output is Q. The minimum point on the MC curve lies at a lower output level than does the minimum point on the AC curve. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AFC, AVC, AC ആൻഡ് MC. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തമ്മിലുള്ള കണക്ഷൻ ഏതൊക്കെ AFC, AVC, AC ആൻഡ് MC. AFC is fixed cost per unit of output. As the output increases, the same fixed cost is spread over more units of output. Therefore, the AFC curve is downward sloping throughout its entire length. AFC curve എന്ന് പറയുന്നത് downward sloping ആണ്. AFC initially falls quickly but then falls more and more slowly. AFC ആദ്യം എന്താണ്, പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു വരും, പക്ഷെ പിന്നീട് അത് പതുക്കെ ആവും. ആ കുറച്ചിലല്ലേ, കുറയുന്നത് പതുക്കെ ആവും. The AFC curve is a rectangular hyperbola. AFC curve എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോളാണ്. ഒരു ഗ്രാഫിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AFC നോക്കുക. ആദ്യം എന്താണ്, ഏറ്റവും ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ കുറയും, പിന്നെ അതിങ്ങനെ കുറച്ചിലിൻ്റെ ആ ഒരു കാഠിന്യം എന്ന് പറയുന്നത് അത് കുറഞ്ഞു വരും. നെക്സ്റ്റ് എന്താണ്, AVC. AVC is a variable cost per unit of output. വേരിയബിൾ കോസ്റ്റിലെ ഓരോ ഔട്ട്പുട്ട് ലെവൽ ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വേരിയബിൾ കോസ്റ്റ് വരുന്നു, അതാണ് AVC. AC is total cost per unit of output. Both AVC and AC are U-shaped. AVCയും AC എന്താണ്, U-shaped ആണ്. നമ്മളിവിടെ കർവ് നോക്കുക കേട്ടോ, പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെ പുസ്തകത്തിൽ കർവും കൂടി നോക്കുക. AC, AVC എന്താണ്, U-shaped ആണ്. പിന്നെ എന്താണ് അർത്ഥമാക്കുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. However, the AVC curve reaches its minimum point at a lower output than the AC curve. AVC മിനിമത്തിലെത്തുന്നത് AC കർവിനേക്കാളും താഴെയായിട്ടാണ് അല്ലേ. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC കർവ് മുകളിലും AVC കർവ് താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം പോയിന്റ് നോക്കുമ്പോൾ ഏറ്റവും മിനിമത്തിൽ നിൽക്കുന്നത് ഏതാണ്, AVC ആണ്. ഓക്കെ, this is due to the fact that AC includes AFC and AFC falls continuously with increases in output. അതെന്തുകൊണ്ടാണ്, ACയിൽ AFC ഉണ്ട്. AFC ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ഫോൾ ചെയ്യുകയാണ്. In the following figure, the minimum AVC is reached at X1 output while the AC is at its minimum at X2 level of output. AVC X1 എന്നുള്ള രീതിയിൽ, അതായത് ഗ്രാഫ് എടുത്ത് നോക്കട്ടോ, X1 എന്നുള്ള പോയിന്റാണ് മിനിമത്തിലെത്തുന്നത്. X2 എത്തുമ്പോൾ എന്താണ്, AC മിനിമത്തിൽ, അതായത് X2 ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ AC മിനിമത്തിലും X1 ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ AVC മിനിമത്തിലും എത്തും. In the following, the minimum AVC is okay. When AVC starts rising between X1 and X2, AVC X1, X2 എന്നുള്ള ആ ഒരു പോയിന്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, റൈസ് ചെയ്യാൻ തുടങ്ങും. The fall in AVC more than offsets the rise in AVC. That is why the AC curve continues to fall up to X2 level of output.
അപ്പോൾ X2 ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരെ എന്ത് ചെയ്യാണ്, AC ഫോൾ ചെയ്യാണ്. പക്ഷേ AVC എന്ത് ചെയ്യുന്നുണ്ട്, X1 to X2 ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന റേഞ്ചിൽ AVC ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് വൈ ദ AC beyond X2 the rise in AVC is greater than the fall in AFC, so that AC starts rising. X2 എന്നുള്ള പോയിന്റിന് അപ്പുറത്തേക്ക് AVC എന്താണ്, AFCനേക്കാളും കൂടുതലാണ്. സോ ദാറ്റ് AC സ്റ്റാർട്ട്സ് റൈസിങ്. അങ്ങനെ ആകുമ്പോൾ AC റൈസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഗ്രാഫ് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ഗ്രാഫ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, AC curve. The AC curve always lies above AVC curve at any given level of output because AC is the sum of AVC and AFC. AC curve AVC curveനേക്കാളും മുകളിലാണല്ലോ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? AC എന്ന് പറയുന്നത് AVCയുടെയും AFCയുടെയും സം ആയതുകൊണ്ടാണ്. ഓക്കെ, AVCയുടെയും AFCയുടെയും, അതായത് ഈ ഗ്രാഫിൽ AVCയുടെയും AFCയുടെയും സമ്മാണ് എന്ത് AC. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ നിൽക്കും. ഓക്കെ, then marginal cost is the addition to total cost when another unit of output is produced. Marginal cost എന്ന് പറയുന്നത് is the addition to total cost when another unit of output is produced. MC is a U-shaped curve which reflects the law of variable proportion. Since marginal cost is independent of fixed cost, there is no relationship between MC and AFC. Marginal cost fixed cost നിന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. Marginal cost is independent of fixed cost. There is no relationship between MC and AFC. MC AFC തമ്മിലൊരു കണക്ഷൻ ഇല്ല. The MC curve intersect the AVC and AC curve from below at their minimum values. അതായത് ഗ്രാഫ് എടുത്ത് നോക്കുക. ഇവിടെ MC യു ഷേപ്ഡ് ആണ്. MC ആദ്യം കുറയും പിന്നെ ഇൻക്രീസ് ചെയ്യുമല്ലോ. ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ AVCയുടെയും അതുപോലെ ACയുടെയും മിനിമം പോയിന്റിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ഗ്രാഫിൽ നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AFC, AVC ആൻഡ് AC ആൻഡ് MCയിലുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇഫ് MC ലെസ് ദാൻ AC. ഇഫ് MC ലെസ് ദാൻ AC, AC ഈസ് ഫോളിങ്. MC എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദാൻ AC ആവും. MC എന്ന് പറയുന്നത് ലെസ് ദാൻ AC ആണെന്നുണ്ടെങ്കിൽ AC ഈസ് ഫോളിങ്. ഇഫ് MC ഗ്രേറ്റർ ദാൻ AC ദെൻ AC ഈസ് റൈസിങ്. MC ഗ്രേറ്റർ ദാൻ ACനേക്കാളും കൂടുതൽ ഇവിടെ MC ആണുള്ളത്. അപ്പോൾ AC എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. സിമിലർലി ഇഫ് MC ലെസ് ദാൻ AVC, MC എന്ന് പറയുന്നത് ലെസ് ദാൻ AVC ആണെന്നുണ്ടെങ്കിൽ then AVC is falling, whereas if MC greater than AVC then AVC is rising. അത് നിങ്ങൾ ഒരു ഫിഗർ വെച്ചിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, ഇനി ഇവിടെ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. TFC എത്രയാണ് തന്നിട്ടുള്ളത്, 30 ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ കാണാൻ പറഞ്ഞത്, ഫൈൻഡ് TVC, AFC, AVC ആൻഡ് AC ഫ്രം ദി ഡാറ്റ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാറ്റമില്ല എന്ന് പറഞ്ഞല്ലോ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 30 ആണ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, മാറ്റം ഉണ്ടാവില്ല അല്ലേ. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഫിക്സഡ് കോസ്റ്റ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 30 തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടെത്താനുള്ള എന്താണ്, TVC, AVC ആൻഡ് AC. ഇപ്പോൾ ഇവിടെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അതുപോലെ TC തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ദി സം ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ദസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ ഡിഡക്റ്റിംഗ് TFC ഫ്രം TC. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും അതുപോലെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഒരു സം ആണല്ലോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുക, തന്നിട്ടുള്ള TCയിൽ നിന്നും നമുക്ക് TFC കുറച്ചാൽ TVC കിട്ടും. TFC 30 ആണ് തന്നിട്ടുണ്ടല്ലോ, TC ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ TVC ആണ് നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പോൾ ഓരോ TCയിൽ നിന്നും ഈ 30 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, TVC കിട്ടും. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഫിക്സഡ്
കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടെത്തുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് കോസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ ബൈ ആഡിങ് ടുഗദർ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. എന്തായാലും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ തന്നിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ടേബിൾ രൂപത്തിൽ എഴുതുക. ഔട്ട്പുട്ട് എത്ര തന്നു, ടി സി തന്നു, പിന്നെ TFC 30 തന്നിട്ടുണ്ട്. ഈ TCയിൽ നിന്ന് TFC കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. 30 - 30 0, 40 - 30 10, 48 - 30 18, 54 - 30 24, 62 - 30 32, അങ്ങനെ 102 - 30 72. ഓക്കെ, ഇനി AFC എങ്ങനെയാണ് കാണേണ്ടത്? TFC/Q അല്ലേ ഔട്ട്പുട്ട്. അപ്പോൾ 30/0 0, 30/1 30, 30/2 15, 30/3 10, 30/4 7.5, 30/5 6 and 30/6 5. ഇനി AVC. ഇപ്പോൾ TVC ഇവിടെ കിട്ടിയല്ലോ. TVC ഔട്ട്പുട്ട്. ഓക്കെ, 0/0 0, 10/1 10, 18/2 9, 24/3 8, 32/4 8, 50/5 10, 72/6 12. ഇനി AC എങ്ങനെ? TC തന്നിട്ടുള്ള ഔട്ട്പുട്ട് അല്ലേ. 30/0 0, 40/1 40, 48/2 24, 54/3 18, 62/4 15.5, 80/5 16, 102/6 17. നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ടേബിൾ രൂപത്തിൽ എഴുതിയിട്ട് ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണല്ലോ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഈ ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് TC, AFC, AVC, AC ആൻഡ് MC അല്ലേ. എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ലെവലും TFCയും TVCയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണാനുള്ള? TC എങ്ങനെ കിട്ടുക? TFCയും TVCയും തമ്മിൽ കൂട്ടിയാൽ TC കിട്ടും. AFC എങ്ങനെ കിട്ടും? ഇത് ഡിവൈഡഡ് ബൈ അല്ലേ 120/0, 120/1 120/2. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? AVC. ഇപ്പോൾ TVC ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ AVC കിട്ടും. AC കാണാൻ എന്ത് ചെയ്യും? നമുക്ക് TC കിട്ടിയല്ലോ. TC/Q. ആൻഡ് MC എന്നാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതിൻ്റെ ആൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. TFC, TVC, TC, AFC, AVC, AC. ഇനി MC അല്ലേ കാണാനുള്ളത്. നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മാർജിനൽ പ്രൊഡക്റ്റ് ഒക്കെ. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. 120/80 എത്രയാണ് മാറ്റം? 60 അല്ലേ. 60 ഇവിടെ എന്താ മാറ്റം? 1. 60/1 ഈസ് ഈക്വൽ ടു 60. 180 അല്ലേ 200 തമ്മിൽ ഡിഫറൻസ് 20 ഡിഫറൻസ് എന്താണ് ഇവിടെ? 1 ആണ് വരിക. അപ്പോൾ 20/1 20. ഇനിയുള്ളത് 200 to 10 അല്ലേ 210 തമ്മിൽ ഡിഫറൻസ് 10. 10/1 10, 15/1 15. ഒരു ടാബിളും കൂടെ നോക്കിയാൽ എന്ത് ചെയ്യും? നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് റണ്ണിൽ വരുന്ന ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്താണ് പറഞ്ഞു. അതിൽ വരുന്ന ഷോർട്ട് റൺ തിയറി ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.